നമസ്കാരം. കാലം ചിലർക്ക് വേണ്ടി ചിലതൊക്കെ കരുതി വയ്ക്കും എന്ന് പറയുന്നത് വെറുതെയല്ല. പറഞ്ഞു വരുന്നത് ഏലത്തൂർ തീവയ്പ് കേസുമായി ബന്ധപ്പെട്ട്, ഏലത്തൂർ ട്രെയിൻ തീവയ്പുമായി ബന്ധപ്പെട്ട് അന്ന് മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് തീവ്രവാദ സംഘടനകളിൽ അഭിനിവേശം മൂത്ത് ഏലത്തൂർ ട്രെയിൻ തീവയ്പിൽ പ്രതിയായത്. അയാൾ പിന്നീട് അയാളുടെ സ്വദേശമായ മഹാരാഷ്ട്രയിൽ ഒളിക്കുന്നു. മഹാരാഷ്ട്രയിൽ നിന്നും അയാളെ കേരള പോലീസ് കണ്ടെത്തി കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ ആ യാത്രയുടെ വിശദാംശങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ഒരേ ഒരു ADGP MR അജിത് കുമാർ P വിജയൻ എന്ന് പറഞ്ഞ് IG-യെ സസ്പെൻഡ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും P വിജയൻ ശബരിമലയിൽ ചുമതലയുണ്ടായിരുന്നപ്പോൾ പുണ്യം പൂങ്കാവനം എന്ന പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ കൈവരിച്ച നേട്ടത്തെ അഭിനന്ദിച്ചിട്ടുണ്ടായിരുന്നു മൻ കി ബാത്തിലൂടെ. സർവീസിൽ ഇരുന്നപ്പോഴെല്ലാം എവിടെയും സ്തുത്യർഹമായ സേവനം നടത്തുകയും സ്റ്റുഡൻസുകൾക്കിടയിൽ, അതായത് വിദ്യാർത്ഥികൾക്കിടയിൽ പോലീസും വിദ്യാർത്ഥികളും എങ്ങനെയായിരിക്കണം, നാളെയുടെ ശില്പികളായ കുട്ടികൾ എങ്ങനെയാണ് പോലീസിങ്ങിനെ കണ്ട് പഠിക്കേണ്ടത് എന്നുള്ള മനസ്സിലാക്കുന്നതിന് വേണ്ടി പോലീസ് കേഡറ്റ് യൂണിറ്റ് ഉണ്ടാക്കുക വിദ്യാർത്ഥികൾക്ക് വേണ്ടി. ഇതുപോലെ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് കൊച്ചിയിലായിരിക്കുമ്പോൾ ഷാഡോ പോലീസ് യൂണിറ്റിന്റെ പ്രവർത്തകനായി മാറിക്കൊണ്ട് നിരവധി കേസുകൾ തെളിയിച്ച P വിജയനെതിരെ ADGP MR അജിത് കുമാർ നടത്തിയത് തികച്ചും വ്യക്തിവിരോധം തന്നെയായിരുന്നു. ഏലത്തൂർ കേസുമായി ബന്ധപ്പെട്ട് പുലബന്ധം പോലുമില്ലാത്ത P വിജയനെ, അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തിക്കൊടുത്തു എന്നുള്ള ആ സംഭവമായി പുലബന്ധം പോലുമില്ലാത്ത IG വിജയനെ ADGP MR അജിത് കുമാറിന്റെ താല്പര്യപ്രകാരമാണ് അന്ന് പോലീസ് അസോസിയേഷൻ ഓഫീസേഴ്സിന്റെ പരാതി പോലും ചെവിക്കൊള്ളാതെ, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ പോലും മറികടന്നുകൊണ്ട് സസ്പെൻഡ് ചെയ്തത്. എന്നാൽ കാലം അതിനെല്ലാം തിരിച്ചടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ കഴിയുക. മാറിയ സാഹചര്യത്തിൽ കേരളത്തിൽ പുതിയ സർക്കാർ വന്നിരിക്കുന്നു. പോലീസിന്റെ തലപ്പത്ത് ഉന്നത തലത്തിൽ വൻ അഴിച്ചുപണികളാണ് നടത്തിയിരിക്കുന്നത്. വൻ അഴിച്ചുപണികൾ നടത്തുന്ന സമയത്ത് തന്നെയാണ് കാലം കരുതി വെച്ച കാവ്യനീതി എന്ന് വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ADGP MR അജിത് കുമാർ ഇരുന്ന കസേരയിലേക്ക് IG P വിജയനെ ഇപ്പോൾ രമേശ് ചെന്നിത്തല പിടിച്ചിരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആക്കി IG വിജയനെ രമേശ് ചെന്നിത്തല അവരോധിച്ചിരിക്കുന്നു, നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്നാൽ അന്ന് ADGP ആയിരുന്ന MR അജിത് കുമാർ ഇപ്പോൾ നിലവിൽ പോലീസ് സംഘടനയുടെ അസോസിയേഷന്റെ ഭാഗമായി നിലകൊള്ളുന്നു. അദ്ദേഹം ബെഫ്കോന്റെ ചുമതലയേൽക്കാൻ വേണ്ടി തയ്യാറെടുത്തപ്പോൾ മന്ത്രി ലിജു അത് സമ്മതിച്ചിട്ടില്ല. നിലവിലുള്ള തസ്തിക തന്നെയാണ് ഇപ്പോൾ MR അജിത് കുമാർ തുടരുന്നത്. പോലീസിംഗുമായി, അല്ലെങ്കിൽ പോലീസിന്റെ ക്രമസമാധാന ചുമതലയുമായി യാതൊരു തരത്തിലും ബന്ധമില്ലാത്തൊരു ജോലിയാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇത് കാലത്തിന്റെ കാവ്യനീതി. ഒരു കാലത്ത് പിണറായി വിജയനും പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയും പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KK രാഗേഷുമായി ഉണ്ടായിരുന്ന അടുത്ത ബന്ധം ഉപയോഗിച്ചുകൊണ്ട് അന്ന് DGP ആയിരുന്ന ദർവേഷ് സാഹിബിനെ പോലും അവഗണിച്ചുകൊണ്ടായിരുന്നു ADGP ഭരിച്ചിരുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ആകെ ഭരിച്ചിരുന്നത് DGP ആയിരുന്നില്ല, ADGP ആയിരുന്ന MR അജിത് കുമാർ ആയിരുന്നു. എന്നാൽ ആ അജിത് കുമാർ ഇപ്പോൾ പോലീസ് സേനയിൽ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അന്ന് ADGP MR അജിത് കുമാർ കണക്കറ്റ് ഉപദ്രവിച്ച P വിജയൻ ഇപ്പോൾ അന്ന് ADGP MR അജിത് കുമാർ ഇരുന്ന ക്രമസമാധാന ചുമതലയിലേക്ക് ADGP ആയി തന്നെ വരുന്നു എന്നുള്ളത് ADGP MR അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് AP ഷൗക്കത്ത് അലിയെ കോഴിക്കോട് പോലീസ് കമ്മീഷണറായി, സിറ്റി പോലീസ് കമ്മീഷണറായി രമേശ് ചെന്നിത്തല നിയമിച്ചിരിക്കുന്നത്. അത് വെറും ഒരു ആവേശം കൊണ്ട് ചെയ്തതല്ല. മലബാറിന്റെ കൃത്യമായ ഭൂമിശാസ്ത്രവും രാഷ്ട്രീയ പശ്ചാത്തലവുമെല്ലാം തികച്ചും മനഃപ്പാഠമാക്കിയ, അല്ലെങ്കിൽ കരതലാമലകം പോലെ മലബാറിനെയും മലബാറിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും സാമുദായിക പ്രത്യയ ശാസ്ത്രങ്ങളെയും എല്ലാം കൃത്യമായി അറിയാവുന്ന AP ഷൗക്കത്ത് അലിയെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറാക്കി നിയമിക്കുന്നതിലൂടെ രാഷ്ട്രീയമായ ചില സന്ദേശങ്ങൾ തന്നെയാണ് രമേശ് ചെന്നിത്തല കോഴിക്കോടിന് നൽകുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങി എന്നും പോലീസും അല്ലെങ്കിൽ ഭരണവും ഒരുപോലെ തന്നെ മറ്റുള്ള രാഷ്ട്രീയ കക്ഷികളെയെല്ലാം ഏതൊക്കെ തരത്തിലാണോ പീഡിപ്പിച്ചിരുന്നത് അവയ്ക്കെല്ലാത്തിനും ഇനി ഒരു പരിസമാപ്തിയാകും എന്ന് തന്നെയാണ് ഇപ്പോൾ മലപ്പുറത്തുള്ള, മലബാറിലുള്ള സാധാരണക്കാരായ ജനങ്ങൾ പറയുന്നത്. സത്യസന്ധനായ കുറ്റമറ്റ പോലീസ് ഉദ്യോഗസ്ഥനെ എന്ന രീതിയിൽ പേരെടുത്ത ഷൗക്കത്ത് അലി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായി വരുന്നതോടുകൂടി
കോഴിക്കോട് പോലീസിന്റെ മുഖച്ഛായ തന്നെ മാറും. ക്രമസമാധാന പാലനത്തിൽ അതിന്റെ കൃത്യമായ മാറ്റമുണ്ടാകും എന്ന് തന്നെയാണ് ജനങ്ങളും വിശ്വസിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും പ്രമാദമായ, ഏറ്റവും ഭീതിതമായ കൊലപാതകമായിരുന്നു ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം. ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ പങ്കെടുത്ത കൊട്ടേഷൻ പ്രതികൾ അടക്കമുള്ള ആളുകളെ അതീവ സാഹസികമായി കണ്ടെത്തുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനും എ പി ഷൗക്കത്ത് അലിയുടെ പങ്ക് വളരെ വലുത് തന്നെയായിരുന്നു. അപ്പോൾ സേനയിലെ കറകളഞ്ഞ 2 ഉദ്യോഗസ്ഥന്മാർ നിർണായകമായ 2 സ്ഥാനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് വലിയ സന്തോഷം പകരുന്ന കാര്യം തന്നെയാണ്. ഇനിയും പോലീസിന്റെ ചട്ടക്കൂടിൽ സംഘടനാപരമായ വിന്യസിക്കലിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇനിയും അത് പൂർണ്ണമായിട്ടില്ല എങ്കിലും പോലീസിൽ ഏറ്റവും കൂടുതൽ സീനിയോറിറ്റിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ മനോജ് എബ്രാഹിമിനെ ഇപ്പോഴും വിജിലൻസിന്റെ ഡയറക്ടറായി തന്നെ നിയമിച്ചിരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തെ താമസിയാതെ DGP തസ്തികയിലേക്ക് ഉയർത്താനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരിക്കും ഇനി വരും കാലങ്ങളിലുള്ള പോലീസിംഗിലെ അഴിച്ചുപണി എന്നുള്ളത് കണ്ടറിയേണ്ടി തന്നെ ഇരിക്കുന്നു. എന്തായാലും പിണറായി വിജയന്റെ കാലത്ത് വിന്യസിച്ചിരുന്ന പോലീസ് സേനാ വിഭാഗങ്ങളെ തലസ്ഥാനത്ത് നിന്നും മാറ്റി പുതിയ ക്രമീകരണങ്ങളിലേക്ക് പുതിയ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ രമേശ് ചെന്നിത്തല കൊണ്ടുവരുന്നു എന്നുള്ളതാണ് എടുത്തു പറയാൻ കഴിയുക.